എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മെൽബൺ ടെസ്റ്റിൽ രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് വീണ്ടും തകർച്ച. ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 474-നെതിരെ അവസാന സെഷനിൽ ഇന്ത്യക്ക് 3 വിക്കറ്റ് കൂടി നഷ്ടമായി. ഇന്ത്യ സ്റ്റംപ് എടുക്കുമ്പോൾ 5-164 എന്ന നിലയിലാണ്. ഋഷഭ് പന്ത്, രവീന്ദ്ര ജഡേജ എന്നിവരാണ് ക്രീസിൽ. 82 റൺസെടുത്ത യശസ്വി ജയ്സ്വാളാണ് ടോപ്പ് സ്കോറർ. ഓസീസിന് വേണ്ടി സ്കോട്ട് ബോളണ്ട്, പാറ്റ് കമ്മിൻസ് എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. നേരത്തെ സ്റ്റീവൻ സ്മിത്തിന്റെ സെഞ്ചുറിയാണ് ഓസീസിനെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത്. ജസ്പ്രീത് ബുംറ 4-ഉം രവീന്ദ്ര ജഡേജ 3 വിക്കറ്റും വീഴ്ത്തി. ഓപ്പണറായി തിരിച്ചെത്തിയ രോഹിത് ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തുന്നതാണ് മെൽബണിൽ കണ്ടത്. രണ്ടാം ഓവറിന്റെ അവസാന പന്തിലാണ് രോഹിത് മടങ്ങുന്നത്. കമ്മിൻസിന്റെ പന്തിൽ ബോളണ്ടിന് ക്യാച്ച്. അപ്പോൾ സ്കോർ ബോർഡിൽ 8 റൺസ് മാത്രം. പിന്നീട് രാഹുൽ ജയ്സ്വാൾ സഖ്യം 43 റൺസ് കൂട്ടിച്ചേർത്തു. എന്നാൽ രണ്ടാം സെഷനിലെ അവസാന പന്തിൽ രാഹുൽ മടങ്ങി. കമ്മിൻസിന്റെ പന്തിൽ ബൗൾഡ്. 2-51 എന്ന നിലയിലായ ഇന്ത്യയെ രക്ഷിച്ചത് കോഹ്ലി, ജയ്സ്വാൾ കൂട്ടുകെട്ടായിരുന്നു. ഇരുവരും 102 റൺസാണ് കൂട്ടിച്ചേർത്തത്. ഓസീസ് ബൌളർക്കെതിരെ ആധിപത്യം നേടിയ ജയ്സ്വാൾ റണ്ണൌട്ടായത് ഇന്ത്യക്ക് തിരിച്ചടിയായി. കോഹ്ലിയുമായുള്ള ആശയക്കുഴപ്പം റണ്ണൌട്ടിൽ അവസാനിക്കുകയായിരുന്നു. ജയ്സ്വാൾ പന്ത് മിഡ് ഓണിലേക്ക് തട്ടിയിട്ട് റണ്ണിന് ശ്രമിച്ചു. എന്നാൽ കോഹ്ലിയാവട്ടെ അവിടെ ഒരു റണ്ണില്ലെന്ന മട്ടിൽ നിന്നു. പന്തെടുത്ത കമ്മിൻസ് ബാറ്റിംഗ് എൻഡിലേക്ക് എറിഞ്ഞു. സ്റ്റംപിൽ കൊണ്ടില്ലെങ്കിലും വിക്കറ്റ് കീപ്പർ അലക്സ് ക്യാരി പന്ത് കൈയിലൊതുക്കി ബെയിൽസ് ഇളക്കി. ഒരു 6-ഉം 11 4-ഉം ഉൾപ്പെടുന്നതായിരുന്നു ഇന്നിംഗ്സ്. തൊട്ടു പിന്നാലെ കോഹ്ലിയും മടങ്ങി. ബോളണ്ടിന്റെ പന്ത് ബാറ്റിലെറിയപ്പോൾ അനായാസം ക്യാരി കൈയിലൊതുക്കി. നൈറ്റ് വാച്ച്മാനായി ക്രീസിലെത്തിയ ആകാശ് ദീപിന് 13 പന്ത് മാത്രമായിരുന്നു ആയുസ്. ബോളണ്ടിന് വിക്കറ്റ്. ഓസീസിൻ സ്മിത്തിന്റെ സെഞ്ചുറിക്ക് പുറമെ നസ്ലബ് ഹുസൈൻ, സാം കോൺസ്റ്റാസ്, ഉസ്മാൻ ഖ്വാജ എന്നിവരുടെ സെഞ്ചുറികളും ഗുണം ചെയ്തിരുന്നു. 6-311 എന്ന നിലയിലാണ് ഓസീസ് രണ്ടാം ദിനം ആരംഭിക്കുന്നത്. ഇന്ന് സ്മിത്തിന് പുറമെ പാറ്റ് കമ്മിൻസ്, മിച്ചൽ സ്റ്റാർക്ക്, നഥാൻ ലിയോണ് എന്നിവരുടെ വിക്കറ്റുകളാണ് ഓസീസിന് നഷ്ടമായത്. എന്തായാലും 4ാം ടെസ്റ്റിൽ ഇന്ത്യ പൊരുതുകയാണ്. ഇനി ഇന്ത്യയുടെ പ്രതീക്ഷ പന്ത് ജഡേജ സഖ്യത്തിലാണ്. നാളെ ഇരുവരും മികച്ച പ്രകടനം നടത്തി ഇന്ത്യയെ രക്ഷിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ത്യയുടെ ഇന്നത്തെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.